ഹലോ കൂട്ടുകാരെ, എന്നോട് ശിശുക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈശ്വരവചനം നമ്മളോട് സംസാരിക്കുന്ന യേശയ്യാവ് 43:19 വാക്യത്തിലൂടെയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? പുതിയതൊന്ന് ഉദ്ഭവിക്കാൻ പോകുന്നു. പിന്നീട് പറയുന്നു, മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് നീരുറവയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. അതാണ് ഇപ്പം നമുക്ക് മെയിൻ പോയിന്റ്. ഇന്നത്തെ പ്രതികൂലങ്ങളുണ്ടായിക്കോട്ടെ, വിഷമങ്ങളുണ്ടായിക്കോട്ടെ, ഈശോ പുതിയതൊന്ന് ചെയ്യുന്നു. ആരും നമ്മൾ അറിയുന്നില്ലയോ എന്ന് ഈശോ ചോദിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കേട്ട് അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കൂട്ടുകാരെ, നമ്മളെ മാറ്റി നിർത്തിയവരെ, നമ്മളെ തള്ളിക്കളഞ്ഞവരെ ചിലപ്പോൾ പറഞ്ഞു പോകും, ഓ അവനെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, കടങ്ങളൊക്കെ തീർന്ന് അവരെങ്ങനെ ഇങ്ങനെ സെറ്റായി. അങ്ങനെ ചോദിക്കുമ്പോൾ ഈശോ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ. പുതിയത് ഈശോ ഈ ഒരു മാസം ഈശോ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു ഒക്ടോബർ മാസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്തെല്ലാം രോഗികളായി കിടക്കുന്നവർ, വയ്യായികയിലൊക്കെ വീട്ടിലിരിക്കുന്നവർ, ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, വിവാഹം നടക്കാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, എല്ലാവരെയും നമുക്ക് ഈ വചനത്തിലൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. പുതിയൊരു അത്ഭുതം, പുതിയൊരു അനുഗ്രഹം, പുതിയൊരു പ്രത്യാശ, പുതിയൊരു കൃപ നിങ്ങളുടെ ലൈഫിൽ ഈശോ പ്രവർത്തിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വചനത്തിൽ പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാർ ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.